സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, പ്രൈസ് ദി ലോർഡ്. മാറാനാത്ത ശുശ്രൂഷകളിലേക്ക് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഏവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം നേരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം വചനത്തിലൂടെ കർത്താവായ യേശു നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കാൻ പോവുകയാണ്. ഹൃദയവും മനസ്സും തുറന്ന് ഈശോയെ ഞങ്ങളോട് സംസാരിക്കണമേ, അങ്ങയുടെ മക്കളിതാ ശ്രവിക്കുന്നു എന്ന പ്രാർത്ഥനയുമായി തമ്പുരാൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. ഒരു നിമിഷം ആ കണ്ണുകളെ അടച്ച് കൈകളെ കൂപ്പി നല്ലവനായ കർത്താവിൻ്റെ വചനത്തിന് മുമ്പിലാണ് ആയിരിക്കുന്നതെന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ അന്യായമായി പരിഹസിക്കപ്പെടുകയും അന്യായമായി നിന്ദിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വേദനകൾ ക്ഷമയോടുകൂടി സഹിക്കുവാനുള്ള ശക്തിയും കൃപയും ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ അടിയങ്ങളിലേക്ക് അയച്ചു നൽകണമേ. അതിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെ അങ്ങ് തുറക്കണമേ, ഉജ്ജ്വലിപ്പിക്കണമേ. നിയോഗങ്ങളും പ്രാർത്ഥനകളും നല്ല ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ വചനത്തെ നമുക്ക് മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ നിന്റെ നാമത്തിന് മഹത്വവും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായം 19 മുതലുള്ള വാക്യങ്ങളാണ് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവ് നമ്മളോട് പറയുകയാണ്. 19-ാമത്തെ വാക്യപ്രകാരമാണ്: അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോയമ്പത്തൂർ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ അവൻ്റെ ഒരു അനുഭവം എന്നോട് പങ്കുവച്ച് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ആഗ്രഹിച്ച് പാപവഴികളെല്ലാം ഉപേക്ഷിച്ച് അശുദ്ധ കൂട്ടുകെട്ടും ബന്ധനങ്ങളും വേണ്ടാന്ന് വെച്ച ഒരു വിശുദ്ധിയോടെ ജീവിക്കാൻ പരിശ്രമിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു അവൻ. കുറച്ച് മാസങ്ങളായി ആ ചെറുപ്പക്കാരൻ എനിക്ക് അടുത്തറിയാം. അങ്ങനെ അവൻ പറഞ്ഞൊരു അനുഭവ പ്രകാരമാണ് അവൻ്റെ ക്യാമ്പസിൽ, അവൻ്റെ ഹോസ്റ്റലിലൊക്കെ ഈശോയ്ക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ അവനേൽക്കുന്ന പീഡനങ്ങൾ, അവനേൽക്കുന്ന ഒറ്റപ്പെടലുകൾ, അവനേൽക്കുന്ന മർദ്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം അവൻ്റെ കോളേജിൽ ഹോസ്റ്റലിൽ ഒരു സംഭവം ഉണ്ടായി. അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു വ്യക്തി, കൂട്ടുകാരൻ, അവൻ പലതരത്തിലുള്ള മദ്യപാനത്തിലും അശുദ്ധിക്കും ബന്ധനത്തിലെല്ലാം അടിമപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇവൻ അവനോട് പറഞ്ഞു, നീ ചെയ്യരുത്, അത് പാപമാണ്, നീ മദ്യപിക്കാൻ പോകരുത്, അത് പാപമാണ്, തെറ്റാണ്. ഒരു ദിവസം അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ അമ്മ ഈ ചെറുപ്പക്കാരനെ വിളിച്ചപ്പോൾ ചോദിച്ചു, അവൻ മദ്യപിക്കുന്നുണ്ടോ? ഇവൻ പറഞ്ഞു, അവൻ മദ്യപിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് വൈകുന്നേരം ഇവൻ്റെ മുറിയിലേക്ക് കടന്നു വന്ന് ആ കൂട്ടുകാരൻ ഇവൻ്റെ മുഖത്തിന് ടാഞ്ഞടിച്ചു. ഇവൻ്റെ 2 കവിളിനിട്ട് ആഞ്ഞടിച്ച് അവൻ്റെ നേർക്കുള്ള ആ വാശിയും വൈരാഗ്യവും പ്രകടിപ്പിച്ചു. കണ്ണീരോടുകൂടി ആ ചെറുപ്പക്കാരൻ പറയാണ്, എൻ്റെ അച്ഛാ, എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയാണ് അടികളേറ്റതെന്നും ഒരു തോന്നൽ എനിക്കുണ്ടായി, ഒരു അനുഭവം എനിക്കുണ്ടായി. എനിക്ക് അവനെ തിരിച്ചു തല്ലാനോ അവനോട് വഴക്കൂടാനോ എനിക്ക് തോന്നിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് വചനം. അന്യായമായി നീ പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹത്തിൻ്റെ കാരണമാകും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ട് അടികളും അതുപോലെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും നിന്ദാവചനങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് അനുഗ്രഹത്തിൻ്റെ കാരണമാണ്. അത് അനുഗ്രഹത്തിൻ്റെ കാരണമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങളിൽ മത്തായി ശ്ലീഹ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, വചനപ്രകാരമാണ്: എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ.
അതാണ് വചനം. പക്ഷെ പറയുന്നത് നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവാൻ. ആനന്ദിച്ചാൽ മാത്രം പോരാ, ആഹ്ലാദിക്കൊക്കെ കൂടി വേണമെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. യേശുവിനെ പ്രതി, ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടുണ്ട്. യേശുവിനെ പ്രതി പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ അത് ആനന്ദത്തിൻ്റെ കാരണമാണ്. യേശുവിനെ പ്രതി. അതുകൊണ്ടാണ് പത്രോസ്ലീഹ വീണ്ടും പറഞ്ഞത്, നമ്മളൊരു പാപം ചെയ്യുമ്പോൾ നമുക്ക് അടികളേറ്റ് കഴിഞ്ഞാൽ അതിന് വലിയ മെച്ചമില്ല. അതിൻ്റെ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാമത്തെ 20-ാമത്തെ വാക്യം, തെറ്റു ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്. നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. നമ്മളൊരു പാപം ചെയ്ത് അടികളേറ്റാൽ, ശിക്ഷയേറ്റാൽ അത് നമ്മൾ ക്ഷമയോടെ സഹിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നന്മ ചെയ്തിട്ട് അടികളേൽക്കുമ്പോൾ, നന്മ ചെയ്തിട്ട് കുത്തുവാക്കുകൾ ഏൽക്കുമ്പോൾ, നന്മ ചെയ്തിട്ട് പരിഹാസ ശരങ്ങൾ സ്വന്തമാക്കുമ്പോൾ അത് അനുഗ്രഹത്തിൻ്റെ കാരണമാണ്. 21-ാമത്തെ വാക്യം, ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ വിളിച്ചത്. ഒരു ക്രിസ്ത്യാനിയാക്കി ദൈവം നിന്നെ വിളിച്ചിട്ടുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിനെ പ്രതി അവഹേളനങ്ങളും കുത്തുവാക്കുകളും നിന്ദകളും സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. യേശുവിൻ്റെ നാമത്തെ പ്രതി വഴക്കേൽക്കുമ്പോൾ, അടികളേൽക്കുമ്പോൾ അഭിമാനിക്കാൻ, സന്തോഷിക്കാൻ ഒരു അവസരം ദൈവം നമുക്ക് നൽകുകയാണെന്ന് ചിന്തിച്ച് അതിൽ അഭിമാനിക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് സഭയിലെ വിശുദ്ധരും അപ്പസ്തോലന്മാരും രക്തസാക്ഷികളും ചെയ്തത്. ഇന്നും ഒരു യഥാർത്ഥ ക്രൈസ്തവൻ ചെയ്യേണ്ട കാര്യം അതാണ്. നടപടി പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ ഈ മനോഹരമായിട്ടുള്ള സംഭവമുണ്ട്. വചന ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ അധ്യായം 40 മുതലുള്ള വാക്യങ്ങൾ, അവർ അപ്പസ്തോലന്മാരെ അകത്തു വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ച് പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അപ്പസ്തോലന്മാരെ വിളിച്ച് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും പട്ടാളക്കാരെ കൊണ്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് ശക്തമായിട്ട് വാണിംഗ് കൊടുത്തു. അടുത്ത വചനം എങ്ങനെയാട്ടെ, അവരാകട്ടെ അവരെന്ത് ചെയ്തു? യേശുവിൻ്റെ നാമത്തെ പ്രതി അവമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. സന്തോഷിച്ചുകൊണ്ട് അവർ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് യേശുവിൻ്റെ നാമത്തെ പ്രതി അവമാനം സഹിക്കാൻ യോഗ്യത. അതൊരു യോഗ്യതയായിട്ടാണ് അപ്പസ്തോലന്മാർ കരുതിയത്. അതൊരു പ്രസ്റ്റീജ് ആയിട്ടാണ് അവർ കരുതിയത്. ഹല്ലേലൂയ. ഇന്ന് നീ യേശുവിന് വേണ്ടി നിലനിൽക്കുമ്പോൾ നിന്നെ നിന്റെ കൂട്ടുകാര്, നിന്റെ പങ്കാളി, നിന്റെ മക്കൾ, നിന്റെ അയൽപക്കക്കാര്, ഇടവക്കാര് കളിയാക്കിയാൽ, കുത്തുവാക്കുകൾ പറഞ്ഞാൽ നീ അഭിമാനിക്കണം, നീ സന്തോഷിക്കണം, നീ അതിൽ ആനന്ദിച്ച് ആഹ്ലാദിക്കണം. യേശുവിൻ്റെ കൽപ്പനകളും യേശുവിൻ്റെ ചട്ടങ്ങളും പാലിക്കാൻ വേണ്ടി നീ ബുദ്ധിമുട്ടുമ്പോൾ, അനേകർ നിന്നെ കുത്തുവാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുമ്പോൾ നീ ആനന്ദിച്ച് ആഹ്ലാദിക്കണം, ആനന്ദിച്ച് ആഹ്ലാദിക്കണം. സ്തുതിഗീതങ്ങൾ ആലപിക്കണം, യേശുവിനെ മഹത്വപ്പെടുത്തണം. അതാണ് സഭയിലെ അപ്പോസ്തലന്മാർ ചെയ്തത്. അടുത്ത വചനം എങ്ങനെയാണ്? എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. അവർ ആ വിശ്വാസം ഉപേക്ഷിച്ചില്ല. യേശുവിനെ പറഞ്ഞ് തല്ല് കിട്ടിക്കഴിഞ്ഞപ്പോൾ, മർദ്ദനേറ്റ് കഴിഞ്ഞപ്പോൾ അവർ മടുത്ത് പരിപാടി ഉപേക്ഷിച്ച് അവർ പഴയ ജീവിതത്തിലേക്ക് പോയില്ല. അവർ ചെയ്തത് എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിൽ നിന്ന് വിരമിച്ചില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തെ പ്രതി അടികളേൽക്കുമ്പോൾ, കുത്തുവാക്കുകൾ ഏൽക്കുമ്പോൾ, പരിഹാസം ഏൽക്കുമ്പോൾ യേശുവിനെ ഉപേക്ഷിക്കരുത്, യേശുവിനെ തള്ളിപ്പറയരുത്, യേശുവിനെ കൈവിടരുത്. യേശുവിനെ മുറുകെ പിടിച്ച് യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു സ്വർഗത്തിൻ്റെ അഭിഷേകം ഈ ദിവസം കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ ഏതാനും ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു സങ്കടം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, അവർ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് അവരുടെ ഹോസ്റ്റലിലെ ബാക്കി കുട്ടികളെല്ലാം അവരെ കളിയാക്കി, പലതരത്തിൽ റാഗിങ് നടത്തി, അവരെ പലതരത്തിൽ പീഡിപ്പിക്കുകയാണ്. പക്ഷേ ആ കുട്ടികൾക്ക് യേശുവിൻ്റെ നാമത്തെ പ്രതി ഒരു പീഡ സഹിക്കാൻ അവസരം കിട്ടിയതിൽ ഒരു അഭിമാനവും സന്തോഷവും. അതാണ് ഒരു ദൈവപൈതലിന് വേണ്ടത്. യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ അവസരം കിട്ടുമ്പോൾ അതിൽ സന്തോഷിക്കണം, അതിൽ അഭിമാനിക്കണം, അതിൽ ആനന്ദിക്കണം, അതിനോർത്ത് നന്ദി പറയണം. അതാണ് യേശു ചെയ്തത്. അതാണ് പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തു ഒരു മാതൃക നൽകി. എന്താണ്? അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല.
നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല. ശ്രദ്ധിച്ചേ, യേശുവിനെ നിന്ദിച്ചപ്പോൾ യേശു പകരം നിന്ദിച്ചില്ല. യേശുവിനെ കളിയാക്കിയപ്പോൾ യേശു പകരം കളിയാക്കിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് പോകുമ്പോൾ, ദേവാലയത്തിൽ മുടങ്ങാതെ പോകുമ്പോൾ, പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുമ്പോൾ, വിശുദ്ധയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ, അശുദ്ധിയുടെ മദ്യപാനത്തിൻ്റെ കൂട്ടുകെട്ട് കട്ട് ചെയ്ത് വിശുദ്ധമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പല ആൾക്കാരും നമ്മളെ കളിയാക്കും, പലരും നമ്മളെ ഒറ്റപ്പെടുത്തും. പക്ഷേ മറക്കരുത്, നിന്റെ കൂടെ യേശുവുണ്ട്. യേശുവിനോട് ചേർന്ന് സഹിക്കാൻ, യേശുവിനോട് ചേർന്ന് യുദ്ധം ചെയ്യാൻ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സയൻറ്റിസ്റ്റിനെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ആത്മീയമായിട്ടുള്ള താല്പര്യവും ആത്മീയ കാര്യത്തോട് ആഭിമുഖ്യമുള്ള ഒരു വ്യക്തിയാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോവും, പരിശുദ്ധ കുർബാന സംബന്ധിക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കും, പള്ളിയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ചിലരൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്യായിരുന്നു, പക്ഷേ അങ്ങനെ അദ്ദേഹം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു കടബാധ്യത വന്നു. അദ്ദേഹത്തിൻ്റെ തെറ്റുകൊണ്ടൊന്നുമല്ല, പക്ഷേ കടബാധ്യത അദ്ദേഹത്തിന് പിടികൂടി. എങ്കിലും അദ്ദേഹം എല്ലാ ദിവസവും പള്ളിയിൽ പോവും, കുർബാന പങ്കെടുക്കും, ഈശോയോട് പ്രാർത്ഥിക്കും, ധ്യാനത്തിന് പോകും, കുടുംബത്തിൽ പ്രാർത്ഥന ശക്തമാക്കി. പ്രിയപ്പെട്ടവരെ, കടബാധ്യത കൂടിക്കൂടി വന്നു. ആൾക്കാർ കളിയാക്കലും കൂട്ടി. പള്ളിയിൽ പോകുന്ന ഒരുത്തൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോക്കോ, നിനക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? ഇങ്ങനെ പലരും കുത്തുവാക്കുകളും നിന്ദാവചനങ്ങളും അദ്ദേഹത്തിനെതിരെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പിടിച്ചു നിന്നു. അദ്ദേഹം യേശുവിനോട് ചേർന്നിരുന്നു. അദ്ദേഹം തൻ്റെ ആ വിളി ഉപേക്ഷിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആ സഹനങ്ങളുടെ മധ്യത്തിൽ അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തി, ആനന്ദിച്ച് ആഹ്ലാദിക്കാനായിട്ട് ആരംഭിച്ചു. വീണ്ടും വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗവൺമെൻറ് ഒരു പുതിയ നിയമം ഇറക്കി, കാർഷിക ലോണെല്ലാം തള്ളിക്കളയാം. അങ്ങനെ അത്ഭുതകരമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന 75 ലക്ഷത്തോളം രൂപ ഗവൺമെൻറ് തള്ളിക്കളഞ്ഞു, എഴുതി തള്ളി. ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹത്തെ കളിയാക്കി ആൾക്കാർ തന്നെ പരസ്പരം പറയാൻ തുടങ്ങി. അപ്പോൾ പള്ളിയിൽ പോകുന്നതുകൊണ്ടും പ്രാർത്ഥിക്കുന്നതുകൊണ്ടും യേശുവിനോട് ചേർന്നിരിക്കുന്നതുകൊണ്ടും ഇങ്ങനത്തെ പലതരത്തിലുള്ള ഗുണങ്ങളും മെച്ചങ്ങളും ഉണ്ടാകുമല്ലോ എന്ന് അവർ തന്നെ തിരുത്തി പറയാനായിട്ട് ഇടയായി. അതാണ് വചനം പറഞ്ഞത്, അന്യായമായി നീ പരിഹസിക്കപ്പെടുമ്പോൾ അതൊരു അനുഗ്രഹത്തിൻ്റെ കാരണമാകും. എപ്പോഴാണ്? നീ ക്ഷമയോടെ സഹിച്ചാൽ, നീ തിരിച്ചൊന്നും പറയാതെ ആ നിന്ദനങ്ങളെല്ലാം ഏറ്റെടുത്ത് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് അനുഗ്രഹത്തിൻ്റെ കാരണമാകുമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രാവശ്യം അവഗണിക്കപ്പെടലുകളും യേശുവിൻ്റെ നാമത്തെ പ്രതി ഒറ്റപ്പെടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കാൻ മറക്കരുത്. ചിലപ്പോഴെങ്കിലും യേശുവിനെ തള്ളിപ്പറഞ്ഞ്, യേശുവിനെ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ കളിയാക്കലുകളുടെ ശരങ്ങളേൽക്കുമ്പോൾ യേശുവിനെ നമ്മൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ച് ഇനി എൻ്റെ ജീവിതത്തിൽ അന്യായമായിട്ട് പരിഹസിക്കപ്പെടുമ്പോൾ, യേശുവിൻ്റെ നാമത്തെ പ്രതി പിടിയേൽപ്പിക്കുമ്പോൾ ഞാൻ തിരിച്ചു പോവുകയില്ല, ഞാൻ തളർന്നു പോവുകയില്ല, ഞാൻ വിരമിക്കുകയില്ല, ഞാൻ വീണ്ടും കരുത്തോടുകൂടി യേശുവിന് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ള ഒരു തീരുമാനം നമുക്കെടുക്കാം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ യാചനാരൂപത്തിൽ വിടർത്തി നല്ല ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് ആത്മാർത്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ യേശുവിൻ്റെ നാമത്തെ പ്രതി നമ്മളെ കളിയാക്കിയപ്പോൾ നമ്മൾ തളർന്നു പോയി, തകർന്നു പോയി, യേശുവിനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കാം. ഇനിയെങ്കിലും ഈശോയോട് പറയും, ഈശോ അങ്ങേ ഞാൻ ഉപേക്ഷിക്കുകയില്ല, കർത്താവെ അങ്ങേ ഞാൻ തള്ളിപ്പറയുകയില്ല. ഈശോയെ അപ്പസ്വലന്മാർ ചെയ്തതുപോലെ അടികൾ ഏൽക്കുമ്പോഴും കുത്തുവാക്കൾ ഏൽക്കുമ്പോഴും പരിഹാസങ്ങൾ ഏൽക്കുമ്പോഴും അങ്ങേ ഉപേക്ഷിക്കാതെ അങ്ങോട്ട് ചേർന്നിരുന്ന് സന്തോഷിക്കാൻ, ആനന്ദിച്ച് ആഹ്ലാദിക്കാൻ നിന്റെ സ്വർഗത്തിൻ്റെ ശക്തിയും അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗം തുറന്ന് സ്വർഗീയ അഭിഷേകം സകല മക്കളുടെ മേലും നിറഞ്ഞ് യേശുവിന് വേണ്ടി ജീവിക്കാൻ, യുദ്ധം ചെയ്യാൻ ഒരു സ്വർഗത്തിൻ്റെ കൃപ എല്ലാവരിലേക്കും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മറനാഥാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മോടുള്ള സ്നേഹത്തെ പ്രതി വെറും ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മോട് കൂടിയിരിക്കുന്ന ജീവനുള്ള യേശുവിനെ നമ്മൾ ഈ ദിവസം ആരാധിക്കുകയാണ്. അവിടുത്തെ അത്ഭുതകരമായ ശക്തി അഭിഷേകമായി ഓരോ ജീവിതങ്ങളിലേക്ക് നിറയപ്പെടാൻ വേണ്ടി നമുക്ക് ഈശോനെ ആരാധിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പീഡകളിലും സങ്കടങ്ങളിലും തകർച്ചകളിലെല്ലാം ഈശോയോട് ചേർന്നിരിക്കാൻ,
യേശുവിൻ്റെ നാമത്തെ പ്രതി ഒരു പീഡ ഉണ്ടാകുമ്പോൾ അതിൽ ആനന്ദിച്ച് ആഹ്ലാദിക്കാൻ തക്ക രീതിയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് നിറയപ്പെടാൻ വേണ്ടി യേശുവിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നടപടി പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. യേശുവിൻ്റെ നാമത്തെ പ്രതി അടികളേറ്റപ്പോൾ അപ്പോസ്തലന്മാർ അവൻ്റെ നാമത്തെ പ്രതി അവഹേളനമേറ്റിൽ ആനന്ദിച്ച് സന്തോഷിച്ച് വെളിയിലേക്ക് വന്നു. അവർ വീണ്ടും ദേവാലയത്തിലേക്ക് പോയി പഠിപ്പിച്ചു. അവർ വീണ്ടും ഭവനങ്ങളിലേക്ക് ചെന്ന് പഠിപ്പിച്ചു. ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ഒരു മനോഭാവം സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തെ പ്രതി പീഡകളുണ്ടാകുമ്പോൾ, വഴക്കുകൾ ഏൽക്കുമ്പോൾ, അടികൾ ഏൽക്കുമ്പോൾ, കുത്തുവാക്കുകളും നിന്ദാവചനങ്ങളും നമ്മൾ ഏൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തളരാതെ, തകരാതെ, വിരമിക്കാതെ യേശുവിനോട് ചേർന്ന് നിന്ന് അതെല്ലാം സഹിക്കാൻ, അതിൽ ആനന്ദിക്കാൻ, അതിൽ അഭിമാനിക്കാൻ ഒരു സ്വർഗത്തിൻ്റെ അഭിഷേകം നമുക്കുണ്ടാകട്ടെ. ദൈവചിന്തയോടെ, ക്ഷമയോടെ വേദനകൾ സഹിച്ചാൽ അത് അനുഗ്രഹത്തിൻ്റെ കാരണമാകുമെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അനുഗ്രഹത്തിൻ്റെ കാരണമാകും. ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വേദനകളെയും, മറ്റുള്ളവരെ ഏൽപ്പിച്ച കുത്തുവാക്കുകളെയും, നിന്ദാവചനങ്ങളെയും, പരിഹാസ ശരങ്ങളെയും എല്ലാം കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കാം. വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ, മദ്യപാനത്തെ വെറുത്തുപേക്ഷിക്കുമ്പോൾ, കൈക്കൂലി വാങ്ങിക്കാതിരിക്കുമ്പോൾ, ചീത്ത കൂട്ടുകെട്ട് വേണ്ടാന്ന് വെക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ പ്രതി ഒരുപാട് പീഡകളും ഒറ്റപ്പെടലുകളും കുത്തുവാക്കുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതെല്ലാം ഈ സമയത്ത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് വലിയ ശക്തിയും വലിയ അഭിഷേകവും യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു തീക്ഷ്ണത നമുക്കുണ്ടാകാൻ വേണ്ടി കൈകൾ ഉയർത്തി ജീവനുള്ള ദൈവത്തെ ജീവനോട് എല്ലാവരും പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുന്നു. ഹാലലൂയ, 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 ഹാലലൂയ. സർവശക്തനായ ദൈവമേ, അങ്ങ് സ്വർഗം ചായച്ച് ഇറങ്ങി വന്ന് നിന്റെ ഓരോ മക്കളെയും തൊടണമേ. യേശുവേ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ, അങ്ങേക്ക് വേണ്ടി വേദനകൾ സഹിക്കാൻ, അങ്ങേക്ക് വേണ്ടി പിടകൾ സഹിക്കാൻ, അങ്ങേക്ക് വേണ്ടി അടികളേൽക്കുവാനുള്ള ശക്തിയും കൃപയും അഭിഷേകവും നിന്റെ ജനത്തിന് പ്രദാനം ചെയ്യണമേ. യേശുവേ, 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 അങ്ങയുടെ നാമത്തിൻ്റെ പവർ, ശക്തി ഈ മക്കളിലേക്ക് ഇപ്പോൾ തന്നെ നിറയട്ടെ, നിറയട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള സ്വർഗീയ അഭിഷേകം സകല മക്കളിലേക്കും നിറയട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. Hallelujah, Maranatha. Come, Lord Jesus. ഫെബ്രുവരി 29 ഞാൻ കടബാധ്യതകൾ മൂലം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ ഞാൻ എൻ്റെ ഒരു വാഹനം മറിച്ചിട്ട് റോഡിൽ വീണ് കിടന്നു. അങ്ങനെ കിടന്ന സമയത്ത് മറ്റ് വാഹനങ്ങളൊന്നും വന്ന് എൻ്റെ മേൽ കയറിയില്ല. ഞാൻ വണ്ടി കയറി മരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അന്നത് ചെയ്തത്. അന്ന് അങ്ങനെ ചെയ്ത് എന്നെ എൻ്റെ കൂട്ടുകാരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 10 കുത്തിക്കെട്ടാണ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളത്. ഈ അവസ്ഥയിൽ ഞാൻ ജനുവരി 21 ഇവിടെ വന്ന് ധ്യാനം കൂടി. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ മുഖം വളരെ വികൃതമായിരുന്നു. അപ്പോൾ പറഞ്ഞു 65,000 രൂപ മുടക്കിയാൽ പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ അത്യാവശ്യം നിനക്ക് പുറത്തിറങ്ങി ആൾക്കാരെ ഒന്ന് സംസാരിക്കാൻ പറ്റും എന്നാണ് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞിരുന്നത്. ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടി. 2007 ജനുവരി 21 ഇവിടെ വന്ന് ധ്യാനം കൂടി. എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് എണ്ണ തൊട്ട് ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു, പേടിക്കേണ്ട മോൻ, ധൈര്യമായിട്ട് പൊക്കുമെന്ന് പറഞ്ഞു. ഒരു മരുന്നും ചെയ്തില്ല, 1 രൂപ പോലും മുടക്കിയില്ല. എൻ്റെ മുഖത്തിന് യാതൊരുവിധ വ്യത്യാസവും ഇല്ലാതെ പഴയ പോലെ തന്നെ എൻ്റെ മുഖം അതേപടി തന്നെ ദൈവം തിരിച്ചു തന്നു. അതുപോലെ തന്നെ മാനസാന്തരമില്ലാത്ത ഒരു ജീവിതമായിരുന്നു എൻ്റേത്. വളരെയധികം നേരിട്ടൊരു കൊലപാതകം നടത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പാവങ്ങളും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. 15 മാസമായി ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീരുവാനായിട്ട് ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നുകൊണ്ട് എനിക്ക് സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി ആഹ്ലാദത്തോടെ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ. ഈ ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ. ഈ കാലത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ. ഈ കാലത്തിൽ എൻ്റെ പേര് KL ജോസ്, കോഴിക്കോട് ജില്ലയിൽ തലയാട് താമസം.
കഴിഞ്ഞ വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ച എൻ്റെ സുഹൃത്തും പ്രേക്ഷിത പ്രവർത്തകനുമായ സെബാസ്റ്റിൻ്റെ നിരന്തരം പ്രേരണ കൊണ്ട് ഞാൻ ഈ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്നു. ധ്യാനകേന്ദ്രം ഒന്ന് സന്ദർശിക്കുക, കണ്ടുപോകുക എന്നുള്ള ധാരണ മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എൻ്റെ മൂത്ത മകൾ എന്നോട് പറഞ്ഞു, പപ്പേ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നല്ല അന്തരീക്ഷം, ഒരു മെഡിറ്റേഷൻ്റെ ഒരു സാന്നിധ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിദേശത്തുള്ള എൻ്റെ ഭർത്താവിന് ഒരു സ്ഥിരമായി നല്ല ജോലി കിട്ടണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അടുത്ത ആദ്യ വെള്ളിയാഴ്ച എൻ്റെ പപ്പയെ കൊണ്ട് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ സാക്ഷ്യം പറയിച്ചു കൊള്ളാമെന്ന് ഏറ്റിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞപ്പോൾ വിദേശത്ത് നിന്ന് മകളുടെ ഭർത്താവ് വിളിച്ചു. ഒരു വിദേശ കമ്പനിയിൽ സ്ഥിരമായിട്ട് ജോലിക്കുള്ള ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഏകദേശം 5 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഭർത്താവ് വിളിച്ചു. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. 6 വിദേശികൾ, ഞാനടക്കം 6 പേരുണ്ടായിരുന്നു. 5 പേരും വിദേശികളാണ്. സാധാരണ ഇങ്ങനെയുള്ള ജോലിക്ക് വിദേശികളെയാണ് വെക്കാറ്. നമുക്ക് കിട്ടുമോ എന്നറിയില്ല, എന്തായാലും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ആഴ്ച അവളുടെ ഭർത്താവ് വീണ്ടും വിളിച്ചു. ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്, കമ്പനിയുമായിട്ട് സൈൻ ചെയ്തു. ഈ മാർച്ച് 20-ന് ജോലിയിൽ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ വലിയൊരു ഇടപെടൽ എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം സെഹിയോൻ ധ്യാന കേന്ദ്രം കണ്ടു പോകാൻ കഴിഞ്ഞ എനിക്ക് ഇന്ന് ഈ വെള്ളിയാഴ്ച തന്നെ 10,000-ങ്ങളെ സാക്ഷി നിർത്തി ഇവിടെ സാക്ഷ്യം പറയാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയായിട്ട് തന്നെ ഞാൻ കാണുന്നു. ദൈവമേ സ്തോത്രം. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ഇപ്പോഴും സ്തുതിക്കാം, എപ്പോഴും സ്തുതിക്കാം, എല്ലാത്തിനും സ്തുതിക്കാം. കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ഇപ്പോഴും സ്തുതിക്കാം, എപ്പോഴും സ്തുതിക്കാം, എല്ലാത്തിനും സ്തുതിക്കാം.